രഞ്ജിത്ത് മോഹൻലാൽ കൂട്ടുകെട്ടിൽ 2005 ഒരു വിഷുവിന് തിയേറ്ററിലേക്ക് എത്തിയ സിനിമ. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ചന്ദ്രോത്സവം. യെസ്, രഞ്ജിത്ത് മോഹൻലാൽ കൂട്ടുകെട്ടിൽ 2005 ഒരു വിഷു കാലഘട്ടത്തിൽ തിയേറ്റർ റിലീസായ ഒരു സിനിമയായിരുന്നു. ഇറങ്ങിയ ആ ഒരു കാലഘട്ടത്തിൽ പടം ബോക്സ് ഓഫീസ് വളരെ ഒരു പരാജയമായിരുന്നു. തുടർന്ന് സിനിമ ടി വിയിലൊക്കെ വരാൻ നേരത്ത് വളരെ വലിയൊരു കൾട്ട് സ്റ്റാറ്റസ്, ഒരു ഭയങ്കര ഒരു ഫാൻ ബേസ് നേടിയ ഒരു സിനിമയായിരുന്നു. ആൻഡ് മലയാളികൾക്ക് ഒരു പ്രത്യേകതരം ഇഷ്ടമുള്ള മോഹൻലാലിൻ്റെ കഥാപാത്രമായിരുന്നു ചിറക്കൽ ശ്രീഹരി എന്ന കഥാപാത്രം. ഈ അടുത്ത കാലങ്ങളിലായിട്ട് നമുക്ക് ഈ സിനിമയിൽ വില്ലനായിട്ടുള്ള കളത്തിൽ രാമനുണ്ണി, അദ്ദേഹം പറഞ്ഞ ഡയലോഗ്, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ ഈ ചന്ദ്രോത്സവം എന്ന സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ വളരെ ചെറിയൊരു ഡ്യൂറേഷനിൽ വന്ന 2.5 മണിക്കൂറിൻ്റെ അകത്ത് വന്ന ഒരു സിനിമയായിരുന്നു. ഒരു പ്രണയം, ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി ബേസ് ചെയ്ത ഒരു സിനിമയായിരുന്നു. ഒരു കവിത പോലൊരു സിനിമ എന്നൊക്കെ പറയില്ലേ. സിനിമ കുറച്ചധികം പൊയറ്റിക്കലാണ്, കുറച്ചധികം ഫിലോസഫിക്കലാണ്, കുറച്ചധികം ഡ്രമാറ്റിക്കലായിട്ടുള്ള ഒരു സിനിമയാണ്. ഭയങ്കര മാസല്ലാത്ത ഭയങ്കര വളരെ ഭയങ്കര ഒരു പുഴ പോലെ ഒഴുകുന്ന സിനിമയായിട്ട് എനിക്ക് ബേസിക്കലി തോന്നിയൊരു സിനിമയാണ് ചന്ദ്രോത്സവം. ഇതിൽ ലാലേട്ടൻ്റെ ലുക്ക് ആയിക്കോട്ടെ, ലാലേട്ടൻ്റെ പെർഫോമൻസ് ആയിക്കോട്ടെ അടിപൊളിയായിരിക്കും. പടത്തിന് മ്യൂസിക് ചെയ്ത് വിദ്യാസാഗറായിരുന്നു. 7ഓളം പാട്ടുള്ള സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് ആൽബം എന്ന് പറയാൻ പറ്റും. ഇപ്പോഴും പലരും ഈ സിനിമയുടെ പല പാട്ടുകളും ഭയങ്കര ഹിറ്റാണ്. പലരുടെയും പ്ലേലിസ്റ്റിൽ അതുണ്ടാവും. സോ അങ്ങനൊരു സിനിമ ഭയങ്കര കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടം തോന്നുന്നൊരു സിനിമയാണ്. സിനിമ കുറച്ചധികം ഫിലോസഫിക്കലാണ്. സിനിമയ്ക്കകത്ത് നായകൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പറയുന്ന എല്ലാ ഡയലോഗ്സുകളും ഭയങ്കര ഫിലോസഫിക്കലാണ്. കുറച്ചധികം ഭയങ്കര ഒരു ബുദ്ധിയുള്ള ആൾക്കാർക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമായിട്ട് തോന്നുമെങ്കിലും സിനിമ ലൈൻ തന്നെ അങ്ങനെയാണ്. സിനിമ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് സിനിമയ്ക്കകത്ത് അങ്ങനെ ചേർത്ത് വെച്ചൊരു സിനിമയാണ്. ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു ഘട്ടം ഉണ്ടാവും, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. 2 ആൾക്കാരുണ്ടാവും. ഈ സിനിമ ഇഷ്ടമാണ്, പക്ഷേ അങ്ങനെ പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ എനിക്ക് ഇവിടെ ഇഷ്ടമായിരിക്കും, ഭയങ്കര ഒഴുക്കിൽ പോകുന്ന സിനിമയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. സിനിമയ്ക്കകത്ത് നമ്മൾ ഈ മോഹൻലാലിൻ്റെ കഥാപാത്രം തൻ്റെ അച്ഛൻ്റെ കാമുകിയെ കാണാൻ പോകുന്നൊരു സീനൊക്കെ ഉണ്ട്. സിനിമയ്ക്കകത്തൊക്കെ ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു സീനാണ്. അങ്ങനെ സിനിമയ്ക്കകത്ത് ഒരുപാട് നല്ല സീനുകളുള്ള ഒരു സിനിമയാണ്. അതിൽ മീനയും ലാലേട്ടനുമായിട്ടുള്ള കോൺവെർസേഷൻ, അവർ മ്യൂസിക്കുമായിട്ട് സംസാരിക്കുന്ന ആ സംഭാഷണങ്ങൾ, നമ്മളെ രാമനുണ്ണി, അതായത് തമിഴ് ആക്ടർ രഞ്ജിത്തും അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ഈ ഒരു കഥാപാത്രം സംസാരിക്കുന്ന ഡയലോഗ്സ് എല്ലാം തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയാണ് ചന്ദ്രോത്സവം. സോ സിനിമയ്ക്ക് രഞ്ജിത്ത് മോഹൻലാൽ കൂട്ടുകെട്ടിൽ നിന്നും ഒരുപക്ഷെ ആൾക്കാർ ആ കാലഘട്ടത്തിൽ ഇങ്ങനൊരു സിനിമ ആയിരിക്കില്ല ആഗ്രഹിച്ചത്. ഒരു ഫുൾ ഒരു ആക്ഷൻ സിനിമ ആയിരിക്കും ആഗ്രഹിച്ചത്. മേ ബി അതുകൊണ്ടായിരിക്കും സിനിമ ആ കാലത്ത് ബോക്സ് ഓഫിൽ പരാജയപ്പെട്ടിട്ടുണ്ടാകാൻ കാരണം ഈ സിനിമ നോക്കുകയാണെങ്കിൽ മോഹൻലാലിൻ്റെ വേറൊരു സൈഡിൽ ഭയങ്കര ഒരു കാമായിട്ടുള്ള, ക്വയറ്റായിട്ടുള്ള, ഭയങ്കര ഫിലോസഫിക്കലായിട്ടുള്ള, പൊയറ്റിക്കലായിട്ടുള്ളൊരു മോഹൻലാലിനെ കാണിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ലാലിൻ്റെ ലുക്ക്, ആ ബുൾഗാനൊക്കെ വെച്ച് മുടിയൊക്കെ ചെറിയ ഷോർട്ട് കട്ടൊക്കെ ചെയ്ത് പുള്ളിയുടെ കോസ്റ്റ്യൂം ആയിക്കോട്ടെ, പുള്ളി സിനിമയ്ക്ക് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ആ കഥാപാത്രത്തിനെ അങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് ഒരിടത്തും അദ്ദേഹം ഇതിനു മുമ്പ് ചെയ്ത കഥാപാത്രങ്ങളായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ആ ഒരു വേൾഡ് ബിൽഡിംഗ് നമുക്ക് കാണാൻ നേരത്ത് നമുക്ക് നരസിംഹമായിട്ടോ ഇല്ലെങ്കിൽ 6-ാം തമ്പുരാനായിട്ടൊക്കെ ആ ഒരു റോയൽ ആയിട്ടുള്ള ആ ഒരു കാസ്റ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ആ സിനിമയിൽ ഇങ്ങനെ കാണാൻ പറ്റുമെങ്കിലും ഈ കഥാപാത്രം ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള, പക്ഷേ അത്യാവശ്യം ചില മാസ് സീൻ എലിവേഷൻസൊക്കെ ഉള്ള കഥാപാത്രത്തോട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് പടത്തിൻ്റെ BGM, അല്ലാതെ ഈ സിനിമയുടെ BGM അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്തൊരു BGM നമുക്ക് പടത്തിൻ്റെ കാണാൻ കഴിയും. അതുപോലെ തന്നെ പടത്തിൻ്റെ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. വിദ്യാസാഗറാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ദക്ഷിണാമൂർത്തി സ്വാമികൾ, അതേ പടത്തിൻ്റെ ഒരു ക്യാമിയോ അപ്പിയറൻസ് വന്നിട്ടുണ്ടായിരുന്നു. വളരെ ഒരു സ്റ്റാർ കാസ്റ്റ് അണിനിരുന്ന സിനിമയായിരുന്നു. ഒരു മോഹൻലാൽ, മീന, രഞ്ജിത്ത്, ഖുഷ്ബു, സമൃദ്ധ, സുനിൽ, കൊച്ചിൻ ഹനീഫ, ഇപ്പോൾ വളരെ വലിയൊരു താരനിര സിനിമയ്ക്കകത്ത് കാണാൻ കഴിയും. ആൻഡ് നിങ്ങളുടെ എത്ര പേരുടെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് സിനിമകൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. ആ സിനിമയുടെ ക്ലൈമാക്സ് നോക്കുകയാണെങ്കിൽ ഒരു സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു ക്ലൈമാക്സ് സിനിമയ്ക്കകത്ത് വെച്ചിട്ടുണ്ടാവും. ആൻഡ് മറ്റൊരു ദിവസം പറ്റിക്കണം. അതുവരേക്കും ബൈ.